നമസ്തേ. ശ്രീ മഹാഗണപതിയെ നമഃ. ശ്രീ ദേവിയെ നമഃ. ഇന്നിവിടെ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ്. രാജരാജേന്ദ്രം എന്നതാണ് ഈ ചാനലിൻ്റെ പേര്. ചിരപുരാതനമായ ക്ഷേത്രങ്ങളെയും ഐതിഹ്യങ്ങളെയും ഒക്കെ പറഞ്ഞ് കടന്നു പോകുന്നൊരു ചാനലാണത്. സർവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ആദ്യമായി നമ്മൾ പറയുന്നത് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആറ്റുകാൽ ക്ഷേത്രം ഒരു മുഖവുര ആവശ്യമില്ലാത്ത ക്ഷേത്രമാണ്. മഹാക്ഷേത്രമായി പരിണമിച്ച് 20 കോടിയിലധികം സ്ത്രീജനങ്ങളെ ആകർഷിച്ച് വർഷത്തിലൊരിക്കൽ പൊങ്കാല നടക്കുന്ന മഹാക്ഷേത്രം. ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യം ദേവിയുടേതാണ്. ദേവി എന്നാൽ അമ്മ അഥവാ അമ്പ. ആപതി കിം കരണീയം ശരണീയം ചരണയുഗളം അമ്പായാം എന്ന് പറയും. അമ്പയുടെ ചരണയുഗങ്ങളിലാണ് ഏതൊരു വ്യക്തിയുടെയും ശരണം, രക്ഷ. കുട്ടിക്കാലങ്ങളിൽ മനുഷ്യർ മാത്രമല്ല പക്ഷിമൃഗാദികളും എല്ലാം ശൈശവാവസ്ഥയിൽ അഭയം തേടി ഓടി അണയുന്നത് അമ്മയുടെ സൗധത്തിലും അമ്മയുടെ മടിത്തട്ടിലും അമ്മയുടെ ചിറകിൻ കീഴിലും ഒക്കെയായിരിക്കും. ആ ഒരു ഭാവമാണ് ദൈവത്തിൻ്റെ ദേവീഭാവം. ആ ദേവീഭാവം സ്വന്തം ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച പരബ്രഹ്മമൂർത്തിയാണ് ശ്രീ മഹാഗണപതി ഭഗവാൻ. ഇപ്പോൾ സനാതനധർമ്മത്തിലെ ഹിന്ദു സമ്പ്രദായത്തിലെ സർവദേവതമാരും ശ്രീ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സർവകർമ്മങ്ങളും ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവർത്തികളിൽ കാറ്റടിച്ച് മേഘമൊഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞു കിട്ടും എന്നതാണ്. ശ്രീ ഗണപതി ഭഗവാൻ അമ്പയുടെ പുത്രനായതെങ്ങനെ തുടങ്ങി ഒട്ടനവധി കഥകൾ നമുക്ക് ഈ ചാനലിലൂടെ കേൾക്കാം. ഇവിടെ ഇപ്പോഴത്തെ പ്രസക്തി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. ഇന്നലെ കൊടിയേറ്റ് കഴിഞ്ഞു. കാപ്പ് കെട്ടി കുടിയിരുത്തി. കാപ്പ് കെട്ടുമ്പോൾ ദേവി വിഗ്രഹത്തിലും കാപ്പ് കെട്ടും, മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് കെട്ടും. മേൽശാന്തി പുറപ്പെടാ ശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ വസിക്കും ഉത്സവം തീരുന്നത് വരെ. കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടുകൂടി കണ്ണകി ചരിതം തോറ്റംപാട്ട് അവതരിപ്പിക്കും. തോറ്റംപാട്ടിന് പരമ്പരാഗതമായി തോറ്റംപാട്ട് പാടുന്ന ഗായകരുണ്ട്, കലാകാരന്മാരുണ്ട്. അവർ തോറ്റംപാട്ട് അവതരിപ്പിക്കും. ആ തോറ്റംപാട്ട് കേൾക്കുക എന്നുള്ളത് വളരെ രസമുള്ളതാണെങ്കിലും വളരെ ക്ഷമ ആവശ്യമാണ്. ഈ തോറ്റംപാട്ടിൽ തന്നെ ദേവിയും ദാരുകനുമായിട്ടുള്ള യുദ്ധം എല്ലാം പോരുതാളത്തിൽ അവർ അവതരിപ്പിക്കുന്നത് വളരെ രസനീയമായ സംഗതികളാണ്. ക്ഷമയോടെ എല്ലാ ദിവസത്തെയും തോറ്റംപാട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ രസം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ താലപ്പൊലി. ദേവി എഴുന്നള്ളി വരുമ്പോൾ ദേവിയെ സ്വീകരിക്കാൻ പല സ്ഥലങ്ങളിലും ആൾക്കാർ നിറദീപങ്ങളും നെൽക്കതിരുകളും നിറപറകളുമായിട്ടൊക്കെ ദേവിയെ സ്വീകരിക്കുന്നതിൻ്റെ വിവിധ വർണ്ണനകൾ ഈ താലപ്പൊലി അവസരങ്ങളിൽ തോറ്റംപാട്ട് പാടും. ഏറ്റവും ദുഃഖകരമായ അവസ്ഥ, ദേവിയുടെ ഭർത്തൃസ്ഥാനം അലങ്കരിക്കുന്ന കോവിലനെ പാണ്ഡ്യരാജാവ് വധിക്കുമ്പോൾ ആ ദിവസം ഒരു മരണവീട് പോലെ ക്ഷേത്രം അടച്ചിടുകയും ആ ഭാഗങ്ങൾ പാടുമ്പോൾ ശരിക്കും ക്ഷേത്രവും പരിസരവും ഒരു മരണവീടിന് സമാനമാകുകയും ചെയ്യും. അവസാനം പാണ്ഡ്യനാട്ടിനെ ചുട്ടരിച്ച ദേവി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി മൂലസ്ഥാനമായ ഭദ്രകാളി ക്ഷേത്രമായ കൊടുമ്പല്ലൂരിൽ ശ്രീ കുരുമ്പാക്കാവിൽ ദേവിയുമായി ഒത്തുചേരുന്നു എന്നതാണ് അവസ്ഥ. ഇവിടെ സമാനമായ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയും ഇതേ രീതിയിൽ തന്നെ പറയാം. മധുര ചുട്ടരിച്ച കണ്ണകി കേരളക്കരയിലൂടെ സഞ്ചരിച്ച് മധ്യ കേരളത്തിൽ കുരുമ്പക്കാവിലെ ക്ഷേത്രത്തിൽ വിലയം പ്രാപിച്ചു എങ്കിൽ പന്തള രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മണികണ്ഠൻ അഥവാ അയ്യപ്പൻ എന്ന ബാലൻ ശബരിമലയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്ന് പറഞ്ഞു വരുന്നു. ഇതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലേക്കും കഥയുടെ ശരിയായ രൂപത്തിലേക്കും പിന്നീട് നമുക്ക് വരാം.
രണ്ട് ക്ഷേത്രങ്ങളിലും ഉള്ള പ്രാഥമികമായ സമാനത പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ തിരുവനന്തപുരി സാക്ഷ്യം വഹിക്കുന്ന മഹാപൊങ്കാല മഹോത്സവത്തിന് തിരശീല ഉയർന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളിലായിരിക്കും. പൊങ്കാല സാധനങ്ങളുടെ വിൽപ്പന കൊണ്ട് തകൃതിയായിരിക്കും തിരുവനന്തപുരത്തെ ജനസഞ്ചയം നടക്കുന്നത്. പൊങ്കാല അടുപ്പുകൾ, പൊങ്കാല കലങ്ങൾ, പൊങ്കാല ശർക്കരകൾ, പൊങ്കാല സാരികൾ, അങ്ങനെ ശരിക്കും തിരുവനന്തപുരം ഭക്തിസാന്ദ്രമാകുന്നതിനോടൊപ്പം നല്ലൊരു വാണിഭ കേന്ദ്രവുമായി തീരും. പക്ഷേ ഇവിടെ രാജരാജേന്ദ്രം ചാനലിലൂടെ ആ ആഘോഷങ്ങളുടെ ഉള്ളിൽ മനസ്സിനെ പവിത്രീകരിക്കുന്ന ദൈവീ കഥകൾ നിങ്ങൾക്ക് ശ്രവിക്കാം. നാളെ മുതൽ ദൈവീ കഥകൾ നമ്മൾ ആരംഭിക്കും. നന്ദി, നമസ്തേ.